ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവെ ഭയക്കാനും അവനിൽ സൂക്ഷ്മത പുലർത്താനും എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും നമ്മുടെ ഈ സത്യദീനിൻ്റെ പേരിൽ വസിയ്യത്ത് ഉണർത്തുകയുമാണ്. ഇന്ന് നമ്മൾ ശ്രവിച്ച വിഷയം മൂജിബാത്തുർ റഹ്മ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് അനിവാര്യമാക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ഓരോ സത്യവിശ്വാസിയും തങ്ങളുടെ മനസ്സിൽ സദാ ഓർത്തിരിക്കേണ്ട ഒരു വിഷയം. ഏറെ ശ്രദ്ധേയമായ ഒരു ചരിത്രം ഉണർത്തിയാണ് ആ വിഷയം ഇവിടെ ബോധിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം മക്ക ഫതഹാക്കുന്നതിന് വേണ്ടിയുള്ള യാത്രയുടെ തുടക്കത്തിൽ അതിനുവേണ്ട ഒരുക്കങ്ങൾ നടത്തി, ആളുകളെ തയ്യാറാക്കി. മക്ക ഫതഹിന് 10,000 പേർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം പങ്കാളികളായിട്ടുണ്ട്. അപ്പോൾ ആ വലിയൊരു പുരുഷാരം അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രക്കുള്ള കാര്യങ്ങളെല്ലാം പ്രത്യേകം ഉണർത്തിയ വിഷയമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പുറപ്പാട്. മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ളത് മക്കക്കാർ അറിയാൻ പാടില്ല എന്നുള്ളത്. ഈ പുറപ്പാടിൻ്റെ വിവരം അത് മറച്ചു പിടിക്കാനും പരസ്യപ്പെടുത്താതിരിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെല്ലാവരെയും ശക്തമായി ഉണർത്തിയിരുന്നു. അതെന്തിനെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു യുദ്ധമോ സായുധ പോരാട്ടമോ കായിക ബലമോ പ്രയോഗിക്കാൻ മക്കയിൽ ഉദ്ദേശിച്ചില്ല. മക്കയിൽ പോവുക, മക്കയിൽ സമാധാനപൂർവ്വം പ്രവേശിക്കുക, ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദ്ദേശം. അതിനാലാണ് ഈ വാർത്ത പരസ്യപ്പെടുത്തരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരോടും പറഞ്ഞത്. കാരണം വാർത്ത പരസ്യമായാൽ പിന്നെ മക്കക്കാർ സായുധരായി അവരുടെ സഖ്യകക്ഷികളൊക്കെ വന്ന് മക്കയിൽ ഒരു സൈന്യം വലിയതൊത്തുകൂടി പിന്നെ അവിടെ പോരാട്ടവും യുദ്ധവും രക്തച്ചൊരിച്ചിലും ഒക്കെയാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഉദ്ദേശിക്കുന്നേയില്ല. അതുകൊണ്ടാണ് ഇത് പരസ്യപ്പെടുത്തരുതെന്ന് പറഞ്ഞത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളിൽ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ യാത്രയെക്കുറിച്ച് മക്കക്കാരെ അറിയിക്കാൻ ഭാവിച്ചു. അദ്ദേഹം അതിനുവേണ്ടി ഒരു കത്ത് തയ്യാറാക്കി. ആ കത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന ഒരു സ്ത്രീയുടെ കയ്യിൽ നൽകി അയച്ചു. ഹാത്തിബ് റളിയല്ലാഹു തആല അൻഹു ഈ കത്ത് നൽകി അയച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിപ്പേകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്ത്രീയുടെ നേരെ ആളുകളെ അയച്ചു. അലിയും ഖാലിദും സുബൈറും റളിയല്ലാഹു അൻഹുൽ ജമീ മറ്റ് അവരെയാണ് അയച്ചത്. അങ്ങനെ മദീനയിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള റൗദത്ത് ഖാഖ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഈ സ്ത്രീ പിടികൂടപ്പെട്ടു. അവരിൽ നിന്ന് ആ കത്ത് കൈപ്പറ്റുകയുണ്ടായി. കത്തിൽ ഹാത്തിബ് റളിയല്ലാഹു തആല അൻഹു മക്കക്കാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുറപ്പാടിനെ കുറിച്ച് അറിയിച്ച വിവരമാണുള്ളത്. ഈ സ്ത്രീ സാറ എന്ന പേരിൽ മൗലാത്തു ബനിൽ മുത്തലിബ് അല്ലെങ്കിൽ ബനി അബ്ദുൽ മുത്തലിബ് കുടുംബത്തിൻ്റെ ഒരു സ്വത്തായിരുന്നു ഈ സ്ത്രീ. ഒരു അടിമ സ്ത്രീയായിരുന്നു. അവർ മക്കയിൽ നിന്ന് ഇടയ്ക്കിടെ മദീനയിലേക്ക് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വല്ല സഹായമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. അത് വാങ്ങിയിട്ട് പോകുമ്പോഴാണ് ഹാത്തിബിൻ്റെ കത്തുമായിട്ട് ഈ സ്ത്രീ പോകുന്നത്. അവർ റൗദത്ത് ഖാഖിൽ വെച്ച് പിടികൂടപ്പെടുന്നത്. കത്ത് കിട്ടിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശ്ചര്യചിത്തനായി, അത്ഭുതപ്പെട്ടു. കാരണം ഹാത്തിബ് ബിൻ അബീ ബൽതഅയാണ് ഇത് നൽകിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്യപ്പെടുത്തരുതെന്ന് പറഞ്ഞ ഈ വിവരം, അതും ഒരു യാത്രയുടെ മുന്നോടിയായി. ആ യാത്ര ഒരു ഫതഹിന് വേണ്ടിയാണ്, മക്ക ജയിക്കാൻ വേണ്ടിയാണ്. ഖതീബ് പറഞ്ഞതുപോലെ ഇതൊരു വലിയ കൊടും ചതിയായി, ഖിയാനത്തുൽ ഉളുമ എന്ന് പറയും. ഇന്നൊക്കെ ഈ രാഷ്ട്ര ബന്ധങ്ങൾ നിലവിലുള്ള കാലഘട്ടത്തിൽ ഇത്തരമൊരു ചതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കുറ്റമാണ്, രാഷ്ട്രീയ കുറ്റമാണ്. ഏതായാലും ഇത് ഹാത്തിബ് ബിൻ അബീ ബൽതഅ റളിയല്ലാഹു തആലയിൽ നിന്ന് സംഭവിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാത്തിബ് റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് ചോദിച്ചു, മാ ഹമലക
അല ഹാദ യാ ഹാത്തിബ്, ഹാത്തിബ് താങ്കളെ ഇതിന് പ്രേരിപ്പിച്ചത് എന്താണ്? അപ്പോൾ ഹാത്തിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി ലമുഅ്മിനും ബില്ലാഹി വ റസൂലി, തിരുദൂതരെ ഞാൻ അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ ദൂതരിലും വിശ്വാസമുറപ്പിച്ച ആൾ തന്നെയാണ്. മാ ഗയ്യർതു വമാ ബദ്ദൽത്ത്, ഞാൻ ഒരിക്കലും എൻ്റെ ആദർശത്തെ മാറ്റുകയോ പണയപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. ഇന്നിംറഉൻ ലൈസ ലീ ഫിൽ ഖൗമി അസ്ലുൻ വല അശീറ, പക്ഷെ ഞാനിത് ചെയ്യാൻ കാരണം എനിക്ക് മക്കക്കാരിൽ അവിടെ ഒരു തറവാടോ കൂട്ടുകുടുംബാദികളോ ഇല്ല. വലിയ ബൈന അദ്ഹുരിഹിം അഹ്ലുൻ വവലദ്, പക്ഷേ മക്കക്കാർക്കിടയിൽ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഉണ്ട്. എനിക്കവിടെ തറവാടുമില്ല, അടുത്ത ബന്ധുക്കളുമില്ല, പക്ഷേ മക്കളും ഭാര്യ അവിടെ ഉണ്ട്, മക്കക്കാർക്കിടയിലുണ്ട്. ഇത് അദ്ദേഹം പറയാൻ കാരണം ഈ ഹാത്തിബ് ഇബ്നു അബീ ബൽതാ റളിയല്ലാഹു തആല അദ്ദേഹം അസിൽ മക്കക്കാരനല്ല. അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ ഹാത്തിബ് ഇബ്നു അബീ ബൽതാ ഇബ്നു അംർ ഇബ്നു ഉമൈർ ഇബ്നു അംർ ഇബ്നു സലമ ലഖ്മിയാണ്. അദ്ദേഹം ബനൂ ലഖ്മ ഗോത്രക്കാരനാണ്. ബനൂ ലഖ്മ എന്ന് പറഞ്ഞെങ്കിൽ അറേബ്യൻ ഉപദ്വീപിൻ്റെ വടക്ക് പടിഞ്ഞാറ് ലഖ്മികളുടെ നാട്ടുകാരനാണ് ആര്? അത് ഈ ഹാത്തിബ് റളിയല്ലാഹു തആല. അദ്ദേഹം ബനൂ അസദ് ബിൻ അബ്ദുൽ ഉസ്സ എന്ന കുടുംബക്കാരുടെ ഒരു ഖലീഫായി മക്കയിൽ വന്ന് പാർത്ത ആളാണ്. അപ്പോൾ മക്കയിൽ തറവാടോ കുടുംബമുള്ള ഒരു വ്യക്തിയല്ല ഹാത്തിബ് റളിയല്ലാഹു തആല. അദ്ദേഹം അവിടെ ബനൂ ലഖ്മിൽ നിന്ന് വന്ന് പാർത്ത ആളാണ്. ബനൂ അസദ് കുടുംബക്കാരുടെ ഒരു മെമ്പർ എന്നോണം. അതുകൊണ്ട് തന്നെ മറ്റ് സഹാബികളെ പോലെയല്ല ഹാത്തിബ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം മക്കക്കാരാൽ പ്രത്യേകം വിചാരണ ചെയ്യപ്പെടും, മക്കക്കാരാൽ പ്രത്യേകം പിടികൂടപ്പെടും. അത് കട്ടായാണ്. ഹാത്തിബ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിനോട് പറയുന്നത്, എനിക്ക് തറവാടോ കുടുംബമില്ല മക്കയിൽ, എൻ്റെ ഭാര്യയും മക്കളും മക്കത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നി അറത്തു അൻ അത്തഖിദ യദൻ അഹ്മി ബിഹ അഹ്ലി വവലദി, റസൂലെ ഞാൻ മക്കക്കാരിൽ എൻ്റെ മക്കളും ഭാര്യയും സുരക്ഷിതരാകാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്തതാണ്, ഒരു മാർഗം സ്വീകരിച്ചതാണ് എന്നാണ് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് വരുന്ന വിവരം ഹാത്തിബിന് അറിയാമായിട്ടും ഹാത്തിബ് അത് പറഞ്ഞില്ല എങ്കിൽ, അറിയിച്ചില്ല എങ്കിൽ മക്കക്കാർ അവർ ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ്, കൊടിയ വൈരികളാണ്. അവർ ഹാത്തിബിൻ റളിയല്ലാഹുവിൻ്റെ കുടുംബത്തെയും മക്കളെയും അവർ കൈകാര്യം ചെയ്യും. അതായിരുന്നു ഹാത്തിബ് റളിയല്ലാഹുവിൻ്റെ പേടി. അതുകൊണ്ട് അതില്ലാതിരിക്കാൻ അദ്ദേഹം എന്ത് ചെയ്താണ്, ഇത് ഒരു കത്തായിട്ട് അയച്ചതാണ്. അതാണ് വിഷയം. ഹാത്തിബ് റളിയല്ലാഹു തആല തൻ്റെ പക്ഷം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് കേട്ടു. ഉമർ റളിയല്ലാഹു തആല അപ്പോഴാണ് പറഞ്ഞത്, ദഅനി യാ റസൂലല്ലാഹ് അദ്രിബു ഉനുഖഹു, തിരുദൂതരെ ഞാൻ അയാളുടെ തല കൊത്താം എന്ന് ദേഷ്യപ്പെട്ട് പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നഹു ഷഹിദ ബദ്രൻ, ഹാത്തിബ് ഇബ്നു അബീ ബൽതാ റളിയല്ലാഹു തആല അൻഹു ബദരീങ്ങളിൽപ്പെട്ട സഹാബിയാണ്, ബദരിയാണ് അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്ത മഹാനാണ് ഹാത്തിബ് ഇബ്നു അബീ ബൽതാ റളിയല്ലാഹു തആല അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശദൂതനാണ് മുഖൗഖിസിന്. ഹാത്തിബ് ഇബ്നു അബീ ബൽതാ റസൂലുള്ളാഹിയുടെ കത്തേറ്റിപ്പോയ ദൂതനാണ്, മഹാദൂതനാണ് ഹാത്തിബ് ഇബ്നു അബീ ബൽതാ. ഹാത്തിബ് ഇബ്നു അബീ ബൽതാ അദ്ദേഹത്തിൻ്റെ ചരിത്രം ഏറെ പ്രശംസനീയമായ ചരിത്രമാണ്. ബദറിൽ പങ്കെടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന്. അദ്ദേഹം ബദരിയാണ്. അപ്പോൾ റസൂലുള്ളാഹി പറയുന്നത്, ഇന്നഹു ഷഹിദ ബദ്രൻ യാ ഉമർ, ഉമർ ലഅല്ലല്ലാഹ തആല അലാ അഹ്ലി ബദ്രിൻ ഫഖാല ഇഅ്മലു മാ ശിഅ്തും ഖദ് ഗഫർതു ലക്കും. ബദറിൽ പങ്കെടുത്ത ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ലേ, നിങ്ങൾക്ക് വേണ്ടത് ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്കെല്ലാം പുറത്തിരിക്കുന്നു എന്ന്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത ബദരീങ്ങളിൽപ്പെട്ട ഹാത്തിബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറിനെ തടഞ്ഞു. ഈ ഹാത്തിബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഈ മഹാചരിത്രം ഇത് ഉദ്ധരിച്ച് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു അനുബന്ധം അത് നമ്മളിവിടെ ശ്രവിച്ചു. എന്താ അനുബന്ധം? ഹാത്തിബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് സംഭവിച്ചത് മൂജിബുൽ ഉഖൂബയാണ്, ശിക്ഷ അനിവാര്യമായ ഒരു കുറ്റാണ്. ഹാത്തിബ് റളിയല്ലാഹു അൻഹു ഇതിൽ ശിക്ഷിക്കപ്പെടേണ്ട ഒരു അനിവാര്യമായിട്ടൊരു കുറ്റാണ് വന്നുപോയത്, തെറ്റാണ് വന്നത്. അതാണ് മൂജിബുൽ ഉഖൂബ. പക്ഷേ ഹാത്തിബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു നന്മ, ഒരു പുണ്യം, അതെന്താ? അദ്ദേഹം ബദറിൽ സംബന്ധിച്ചു, ബദറിൽ പങ്കാളിയായി എന്നുള്ളതാണ്. ആ മഹാനന്മ അത് മൂജിബുൽ മഗ്ഫിറത്ത് ആണ്, മൂജിബുർ റഹ്മത്താണ്. അള്ളാഹിൻ്റെ റഹ്മത്തിന് അനിവാര്യമാക്കുന്ന, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ അനിവാര്യമാക്കുന്ന കർമ്മമാണ്. ഇവിടെ ഗലബ മൂജിബുൽ മഗ്ഫിറത്തി മൂജിബൽ ഉഖൂബ, ശിക്ഷയെ അനിവാര്യമാക്കുന്ന
ഒരു കുറ്റം, അതിനെ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് പാപമോചനത്തെ അനിവാര്യമാക്കുന്ന ഒരു കർമ്മം അതിജയിച്ചു എന്നുള്ളതാണ്. അതോടുകൂടി ശിക്ഷ വഴിമാറി അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത് ആ വഴിയെ വന്നു ലഭ്യമായി എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ വിഷയം. മൂജിബ് റഹ്മ അല്ലെങ്കിൽ മൂജിബാത്തുർ റഹ്മ, അള്ളാഹുവിൻ്റെ റഹ്മത്തിന് അനിവാര്യമാക്കുന്ന കർമ്മങ്ങൾ. അതിവിടെ ഹാത്തിബ് ബിൻ അബീ ബൽതായെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ബദറിൽ പങ്കാളിയായി എന്നുള്ള ആ മഹൽ കർമ്മം. വിഷയം സൂറത്തുൽ മുംതഹിനയുടെ തുടക്കം, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദു അദുവ്വി വഅദുവ്വകും ഔലിയ എന്നുള്ള ആയത്തിൻ്റെ തഫ്സീറിൽ വിശദമായിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്ന വിഷയമാണ് ഹാത്തിബ് റളിയല്ലാഹു അൻഹു ഈ ചരിത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദുആ ഇബ്നു മസ്ഊദിൽ നിന്നൊക്കെ നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മൂജിബാതി റഹ്മതിക വഅസായിമ മഗ്ഫിറതിക വസ്സലാമത മിൻ കുല്ലി ഇസ്ം വൽബിർറ വൽഗനീമത മിൻ കുല്ലി ബിർ വൽഫൗസ ബിൽ ജന്ന വന്നജാത മിനന്നാർ എന്ന് പറയുന്ന ദുആ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക, അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു, മൂജിബാതി റഹ്മതിക്, നിൻ്റെ റഹ്മത്തിനെ അനിവാര്യമാക്കുന്ന കാര്യങ്ങൾ, കർമ്മങ്ങൾ, വഅസായിമ മഗ്ഫിറതിക്, നിൻ്റെ പാപമോചനത്തെ കനിയുന്ന കർമ്മങ്ങൾ, അതിനു വേണ്ട കർമ്മങ്ങൾ, വസ്സലാമത മിൻ കുല്ലി ഇസ്ം, തെറ്റുകളിൽ നിന്നുള്ള സുരക്ഷ, വൽ ഗനീമത മിൻ കുല്ലി ബിർ, പുണ്യങ്ങളിലൂടെയുള്ള ഗനീമത്ത് സമ്പാദ്യം, വൽ ഫൗസ ബിൽ ജന്ന, സ്വർഗം ലഭിച്ചുകൊണ്ടുള്ള വിജയം, വന്നജാത മിനന്നാർ, നരകത്തിൽ നിന്നുള്ള രക്ഷ. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദുആയി ഒരു ഹദീസിൽ വാരിദായിട്ടുള്ളത്. ഹദീസിൻ്റെ സനദിനെക്കുറിച്ച് ചില നിരൂപണങ്ങളുണ്ടെങ്കിലും പ്രസിദ്ധമായൊരു ദുആയാണ് അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മൂജിബാതി റഹ്മതിക് വഅസായിമ മഗ്ഫിറതിക് വസ്സലാമത മിൻ കുല്ലി ഇസ്ം വൽ ഗനീമത മിൻ കുല്ലി ബിർ വൽ ഫൗസ ബിൽ ജന്ന വന്നജാത മിനന്നാർ എന്ന് പറയുന്ന ദുആ. ഇതിൽ ആദ്യത്തെ വചനം അതാണ്, മൂജിബാത്തുർ റഹ്മ, റഹ്മത്തിന് അനിവാര്യമാക്കുന്നതായ കർമ്മങ്ങൾ. ഉഹുദിൻ്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നൊരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹുദ് യുദ്ധത്തിൻ്റെ ആ അവസാന സമയം വിശ്വാസികളും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമൊക്കെ ഉഹുദ് മലയുടെ ഒരു ചെരുവിലേക്ക് കയറി നിന്നാണ് ശത്രുക്കളിൽ നിന്ന് രക്ഷ കാണുന്നത് അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ. ഉഹുദിൻ്റെ രണ്ടാം ഘട്ടം വിശ്വാസികൾക്ക് വലിയ പരാജയമായിരുന്നു. ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ വരെ മുറിവേൽപ്പിച്ചു. അവിടുത്തെ മുൻപല്ലുകൾ പൊട്ടി, നെറ്റി മുറിഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ പരീക്ഷിക്കപ്പെട്ട ആ സമയം എല്ലാവരും ഈ ഉഹുദ് മലയുടെ ആ ചെരുവിലേക്ക് കയറി നിൽക്കുന്ന ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പാറയിൽ കയറാൻ പ്രയാസപ്പെടുന്ന ഒരു സന്ദർഭം, അതാണ് നമ്മളിവിടെ കേട്ടത്. ഒരു പാറ കയറി വേണം മുകളിലേക്ക് പോകാൻ. അപ്പോൾ അതിലേക്ക് കയറാൻ കഴിയില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശാരീരികമായി വലിയ ക്ഷീണമുണ്ടായിരുന്നു. ശത്രുക്കൾ കുഴിച്ചൊരു കുഴിയിൽ വീണു. അവിടുത്തെ ഈ റുബായിയത്ത് മുൻഭാഗത്ത് പല്ലുകൾക്ക് പൊട്ടേറ്റു. അതേപോലെ ശുജ്ജ വജുഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുഖത്ത് മുറിവേറ്റു. ഇങ്ങനെയൊക്കെ പ്രയാസങ്ങളുണ്ടായ ആ ഒരു വിഷയത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കയറാൻ പറ്റില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രമിച്ചു നോക്കി, വീണ്ടും കയറാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴാണ് തൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പിൽ കുമിഞ്ഞു നിൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മുതുകിൽ കാല് വെച്ച് ഈ പാറയിൽ കയറി മുകളിലേക്ക് പോകാൻ. തൽഹ ഇബ്നു ഉബൈദില്ല റളിയല്ലാഹു തആല അൻഹു ആ പാറയ്ക്ക് മുന്നിൽ കുമിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ പുറത്ത് ചവിട്ടി ആ പാറയിൽ കയറുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഔജബ തൽഹ. ഔജബ തൽഹ എന്ന് പറഞ്ഞാൽ തൽഹ സ്വർഗത്തെ അനിവാര്യമാക്കി എന്നാണ് പറയുന്നത്. സ്വർഗം തൽഹക്ക് അനിവാര്യമായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ആ സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ തൽഹ ഒന്ന് കുനിഞ്ഞു നിന്നപ്പോൾ തിരുപാദങ്ങൾ ആ മുതുകിൽ പതിഞ്ഞപ്പോൾ ആ ഒരു കർമ്മം അത് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ അനിവാര്യമാക്കി, അള്ളാഹുവിൻ്റെ സ്വർഗത്തെ തൽഹക്ക് അനിവാര്യമാക്കി എന്നാണ് നമ്മളിവിടെ ശ്രവിച്ചത്. തബൂക്ക് യുദ്ധ സമയം, തബൂക്കിലേക്കുള്ള ആ സൈന്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തയ്യാറാക്കുമ്പോൾ കായികമായി അതേപോലെ തന്നെ സാമ്പത്തികമായി ഒക്കെ വലിയ സഹകരണങ്ങൾ ആവശ്യമായൊരു യുദ്ധമായിരുന്നു തബൂക്ക് യുദ്ധം. വിശുദ്ധ മദീനയിൽ നിന്ന് എത്ര മൈലുകൾ അകലെയാണ് തബൂക്ക്. അവിടേക്കുള്ള റോമക്കാരോടുള്ള ഏറ്റുമുട്ടലിൽ വലിയ ആൾബലം വേണം. പിന്നെ ആ ഒരു യുദ്ധയാത്രയിൽ വലിയ സാമ്പത്തിക അവസ്ഥയും വേണം. പക്ഷേ സമയം
സാഅത്തുൽ ഉസ്റത്താണ്, ഞെരുക്കമാണ്. വിശുദ്ധ മദീനയിൽ വറുതിയാണ്, പട്ടിണിയാണ്. അതുകൊണ്ട് തന്നെ ആളും സമ്പത്തുമൊക്കെ വളരെ പരിമിതപ്പെട്ട ആ നാളുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സൈന്യത്തെ ഒരുക്കുന്ന സമയം, ജയ്ഷുൽ ഉസ്റയെ, ആ ഞെരുക്കത്തിൻ്റെ സൈന്യത്തെ ഒരുക്കുന്ന സമയം ആളുകളോട് ഫണ്ട് സ്വരൂപിക്കുന്നുണ്ട്, ആളുകളോട് സാമ്പത്തിക സഹായം സമാഹരിക്കുന്നുണ്ട്. അപ്പോഴാണ് എല്ലാവരും കൊണ്ടു നൽകി. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു കൂടുതൽ കൊണ്ടുവന്നു, വലിയ ഒരു അളവ് കൊണ്ടുവന്നു. ആ അളവ് കൊണ്ടുവന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചപ്പോൾ, മടിയിൽ ചൊരിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ ദറ ഉസ്മാനു മാ അമില ബഅദ്. ഉസ്മാൻ ഇനി എന്ത് ചെയ്താലും അത് ഉസ്മാനു വിനയായി ഭവിക്കില്ല, ഉപദ്രവമായി ഭവിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു സമയം, ആ ഒരു കർമ്മം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ എന്നേക്കുമായി നാഥൻ അനുഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക്, അള്ളാഹുവിൻ്റെ കാരുണ്യം അദ്ദേഹത്തിലേക്ക് വന്ന് ഭവിക്കുന്നതായി മാറി എന്നുള്ളതാണ്. ഇതുപോലത്തെ ചില സന്ദർഭങ്ങൾ, ചില കർമ്മങ്ങൾ, അതൊക്കെ പലതിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അതേത് എന്ന് നമുക്ക് തിട്ടം പറയാൻ, ഇന്നിന്ന കർമ്മങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ അനിവാര്യമാക്കുന്ന കർമ്മങ്ങളാണത്, ഇന്നത് ചെയ്തോളി എന്ന് നമുക്ക് തിട്ടം പറയാൻ അത് ഇന്നിന്നതാണ്, ആ മൂജിബാത്തുർ റഹ്മത്തായ അമലുകൾ എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെയോ അത് സൽപ്രവൃത്തികളിൽ, നന്മകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യംഗ്യമാക്കിയിരിക്കുകയാണ്. അത് വ്യക്തമല്ല. നമ്മൾ ചില നന്മകൾ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ തൗഫീഖും അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹവും അത് നമ്മളിൽ സമ്മേളിക്കുമ്പോൾ, ഭവിക്കുമ്പോൾ, പിന്നെ അതിനെ തുടർന്ന് നമ്മളാണ്ട് ഭാഗ്യവാന്മാരായി അനുഗ്രഹീതരായി പരിലസിക്കുന്ന അവസ്ഥയാണ്. നമ്മൾ എല്ലാ നന്മകളും, അതാണ് നമ്മളിവിടെ കേട്ടു, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅൻ, ഒരു നന്മയെയും നിസ്സാരവൽക്കരിക്കരുത്, ഒരു പുണ്യത്തെയും, ചെറുതാണെങ്കിൽ പോലും ചെറുതാണ്. ഉദാഹരണം നമ്മൾ കേട്ടു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് റഅയ്തു റജുലൻ, ചില നിവേദനങ്ങളിൽ ഉരീത്തു, റസൂലുള്ളാഹിക്ക് കാണിക്കപ്പെട്ടു എന്നാണ് ഒരു വ്യക്തിയെ, അദ്ദേഹം യതഖല്ലബു ഫിൽ ജന്ന എന്നാണ്, സ്വർഗ്ഗത്തിൽ അദ്ദേഹം സ്വൈരവിഹാരം കൊള്ളാണ്, അദ്ദേഹം യഥേഷ്ടം സ്വർഗ്ഗത്തിൽ വിഹരിക്കുന്നു. കാരണം എന്താ? ഫി ഷജറത്തിനാണ്, അതൊരു വൃക്ഷശിഖരത്തിൻ്റെ വിഷയത്തിലാണ്, ഒരു വൃക്ഷച്ചില്ലയുടെ വിഷയത്തിൽ, അല്ലെങ്കിൽ വൃക്ഷത്തിന് കൊമ്പ്. കാനത്ത് ഫി തരീഖ് നാസ്, ജനങ്ങളുടെ വഴിയിൽ ഒരു വൃക്ഷത്തിൻ്റെ ചില്ല അല്ലെങ്കിൽ ഒരു വൃക്ഷം, അതൊരു വിനയായി വർത്തിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അതിനെന്ത് ചെയ്തു, വഴിമാറ്റി, എന്നിട്ട് ആളുകൾക്ക് വഴി തരപ്പെടുത്തി എന്നുള്ളതാണ്. ആ ഒരു നന്മയിൽ അദ്ദേഹത്തിന് സ്വർഗം ലഭിച്ചത് മാത്രമല്ല, അദ്ദേഹം സ്വർഗത്തിൽ സുഷുപ്തിയിൽ വിഹരിക്കുന്ന രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിക്കപ്പെട്ടു എന്നാണ്. അതേപോലെ മറ്റൊരു ഉദാഹരണം നമ്മൾ കേട്ടത്, ഒരു വ്യക്തി ദാഹിച്ചു വലഞ്ഞ ഒരു നായയെ കണ്ടപ്പോൾ, യൽഹസു തുറാബ് എന്നാണ്, ദാഹിച്ചു വലഞ്ഞ അവശ്യമായ ഒരു പട്ടി, അക്രമക്കുമുള്ള ഒരു മനുഷ്യന്മാർക്ക്, അല്ലെങ്കിൽ ഒരു അഗതിക്ക്, ഒരു അനാഥന്, ഒരു വിധവക്ക്, വയോധികന് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം അതൊരു ഇത്ര വലിയ മഹനീയാണ്, വലിയൊരു കാര്യം ചെയ്തു എന്ന് ആളുകൾ പറയും. പക്ഷേ ഇത്തരം ജീവികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും വിഗണിക്കപ്പെടും. ഇത് വിജനതയിൽ ഒരു നായ, അക്രമക്കുമുള്ള, അത് ദാഹിച്ച് വലഞ്ഞ് വിഷമായി മണ്ണ് തിന്നാണ്. ഏക്കുലു തുറാബ് യൽഹസു ഫി തുറാബ് എന്നൊക്കെയാണ് ഹദീസിൻ്റെ പ്രയോഗം. അപ്പോൾ അയാൾ മനസ്സിൽ മനസ്സിൽ അയാൾ ആലോചിക്കുകയാണ്, ഞാൻ ദാഹിച്ച് വലഞ്ഞപ്പോൾ എനിക്ക് എത്ര പ്രയാസം, എത്ര ബുദ്ധിമുട്ട്, അതേ പ്രയാസമാണ് ഈ നായ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അയാളുടെ ഹുഫ് ഊരിയിട്ടാണ് എന്ത് ചെയ്തത്, പാദരക്ഷ ഊരിയിട്ടാണ് എന്ത് ചെയ്തത്, വെള്ളം കോരി നൽകിയത് എന്നുള്ളതാണ് അവിടെ ഹദീസിൻ്റെ പ്രയോഗം. ഇതേപോലെ ഒരു ദൂഷ്യ സ്വഭാവമുള്ളൊരു സ്ത്രീയുടെ വിഷയത്തിലും പറഞ്ഞത് നമ്മൾ ഹദീസുകളിൽ വായിക്കും. അവരവരുടെ മൂക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷൂസ് ഊരിയിട്ട് വെള്ളം കോരി കൊടുത്ത വിഷയം. ഇവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശുക്ർ ചെയ്തു എന്നാണ്, അള്ളാഹുവിൻ്റെ ശുക്ർ അവർക്ക് നേരെ വന്നു എന്നുള്ളതാണ്. അള്ളാഹു പുറത്തു കൊടുത്തു, അള്ളാഹു സ്വർഗത്തിലാക്കി എന്നൊക്കെയാണ് ഹദീസിൽ കാണുന്നത്. നോക്കൂ നിങ്ങൾ, അവിടെ ആരോട് ചെയ്ത പുണ്യാണ്, നന്മയാണ്, എത്രമാത്രമാണ് ചെയ്തത്, എത്ര അളവിലാണ് ചെയ്തത്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ മഹനീയമാക്കി, അതിനുള്ള പ്രതിഫലം അള്ളാഹു മഹത്തരമാക്കി. ഒരു നന്മയെ നിസ്സാരമായി കാണരുത്. അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ അനിവാര്യമാക്കുന്ന മൂജിബാത്തുർ റഹ്മ കർമ്മങ്ങളായിരിക്കും അത് എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെയാണ് ആ റഹ്മത്ത് അനിവാര്യമാക്കുന്ന കർമ്മം അത് പറഞ്ഞിട്ടില്ല. നന്മകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ വ്യംഗ്യമാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഖതീബ് ഉണർത്തിയതല്ല, പക്ഷേ ഞാൻ പറയാറുണ്ട്, ഇന്നല്ലാഹ അഖ്ഫ ഖംസൻ
ഫി ഹംസിൻ ലി ഹംസിൻ എന്ന് പറഞ്ഞില്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആല 5 കാര്യത്തെ വ്യംഗ്യമാക്കി. 5 കാര്യങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞില്ലേ, 5 കാര്യങ്ങൾക്ക് വേണ്ടി 5 കാര്യങ്ങളെ 5 കാര്യങ്ങളിൽ വ്യംഗ്യമാക്കി എന്നാണ്. എന്നിട്ട് പറഞ്ഞു വെള്ളിയാഴ്ച ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയം, അതേപോലെ ലൈലത്തുൽ ഖദറിൻ്റെ വിഷയം, അതേപോലെ തന്നെ സ്വർഗം അനിവാര്യമാക്കുന്ന കർമ്മം, അതേപോലെ തന്നെ സ്വർഗം അനിവാര്യമാക്കുന്ന നന്മ, അതേപോലെ നരകം അനിവാര്യമാക്കുന്ന തിന്മ. ഇങ്ങനെയൊക്കെ പണ്ഡിതന്മാരെ എണ്ണി. എന്തിനാ ഇതൊക്കെ വ്യംഗ്യമാക്കിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യംഗ്യമാക്കിയത് ആളുകൾ ഇപ്പോൾ വെള്ളിയാഴ്ച ദുആക്ക് ഉത്തരം കിട്ടുന്ന ആ സമയം അവസാന സമയമാണ്. ആ സമയത്തോടെ അടുത്ത സമയം അത് വളരെ കുറഞ്ഞൊരു ടൈമാണ്, വളരെ കുറഞ്ഞ ടൈമാണ്. റസൂലുള്ളാഹി അത് വളരെ കുറഞ്ഞ ടൈമായിട്ടാണ് കാണിച്ചത്. ആ അവസാന സമയത്ത് നമ്മൾ പ്രാർത്ഥനാമയമായ മനസ്സോടുകൂടി ഇരിക്കാനാണ്. അതേപോലെ തന്നെ ലൈലത്തുൽ ഖദർ, അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന രാത്രി എന്ന് പറയാതെ അതിനെ വ്യംഗ്യമാക്കിയത് എല്ലാ ഖദറിൻ്റെ രാത്രികളും അവസാനത്തെ പത്തിൽ അതിൽ പ്രതീക്ഷാപൂർവ്വം കഴിയാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നന്മകൾ സ്വർഗം അനിവാര്യമാക്കുന്നതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യംഗ്യമാക്കിയത് ഒരു നന്മയെ നിസ്സാരവൽക്കരിക്കാതിരിക്കാനാണ്. അതിന് നല്ല നീയത്തോട് കൂടിയിട്ട് ആ തൽപരതയിൽ നമ്മൾ മനസ്സിലാക്കാനാണ്, അത് ചെയ്യാനാണ്. തിന്മ നരകത്തെ അനിവാര്യമാക്കുന്നതിന് അള്ളാഹു വ്യംഗ്യമാക്കിയത് എല്ലാ തിന്മകളെയും കരുതി സൂക്ഷിച്ച് ചെയ്യാതെ പേടിച്ച് നമ്മൾ അകന്ന് കഴിയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ വ്യംഗ്യമാക്കിയത് എന്നാണ് പണ്ഡിതന്മാർ അതിൽ പറയുന്നത്. ഏതായാലും ഇവിടെ നമ്മൾ ഉത്ബോധിപ്പിക്കപ്പെട്ടത് ഈ മൂജിബാത്തുർ റഹ്മ, റഹ്മത്തിന് അനിവാര്യമാക്കുന്നതായ കർമ്മങ്ങൾ, അത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാനുള്ളതല്ല, നിസ്സാരവൽക്കരിക്കാൻ പാടുള്ളതല്ല. അത് നമ്മളുടെ ഇബാദത്തുകളായാലും അതേപോലെ തന്നെ സ്വഭാവപരമായിട്ടുള്ള വിഷയങ്ങളായാലും ഇടപാടുകളായാലും ഒക്കെ. നമ്മളിവിടെ 2 ഉദാഹരണങ്ങൾ കേട്ടു ഖതീബിൽ നിന്ന്. ഒന്ന്, റഹിമല്ലാഹു റജുലൻ സംഹൻ ഇദാ ബാഅ, സംഹൻ ഇദാ ഇശ്തറ, സംഹൻ ഇദാ ഇഖ്തള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാഹു ഒരു മനുഷ്യനോട് റഹ്മത്തുള്ളവനാണ്. എന്താ ആ മനുഷ്യൻ്റെ പ്രത്യേകത? സംഹൻ ഇദാ ബാഅ, വിൽക്കുമ്പോൾ വിശാല മനസ്കതയുള്ളവനാണ്, വിട്ടുവീഴ്ചയുള്ളവനാണ്. സംഹൻ ഇദാ ഇശ്തറ, വാങ്ങുമ്പോൾ വിശാല മനസ്കതയും വിട്ടുവീഴ്ചയും ഉള്ളവനാണ്. സംഹൻ ഇദാ ഇഖ്തള, വിധി നിർണ്ണയം നടത്തുമ്പോൾ വിട്ടുവീഴ്ചയും വിശാല മനസ്കതയും ഉള്ളവനാണ് എന്നാണ് പറഞ്ഞത്. എന്താ കൊള്ളക്കൊടുപ്പിൽ കൊള്ളുമ്പോൾ കൊടുക്കുമ്പോൾ വിശാല മനസ്കത വിട്ടുവീഴ്ച എന്ന് പറഞ്ഞെങ്കിൽ, നിസ്സാര വിഷയത്തിന് കാണാം ആളുകൾ തല്ലിണ്, കച്ചറ, അടി, ബഹളം. ചിലത് ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ചില വാർത്തകൾ വരുമ്പോൾ കറിയിൽ മാംസം കുറഞ്ഞു എന്നതിനാൽ തല്ല്, ചിലതിൽ പേറി എന്നതിനാൽ തല്ല്, ബഹളം, ഇങ്ങനെയൊക്കെ ചില വാർത്തകൾ കേട്ടില്ലേ? കൊടുക്കുമ്പോൾ കൊള്ളുമ്പോൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴൊക്കെ വിശാല മനസ്കത വിട്ടുവീഴ്ച, അവരോട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ നേടാൻ അനിവാര്യമായിട്ടുള്ള വർത്തനങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകുക എന്നുള്ളതാണ്. നമ്മളിവിടെ കടക്കാരുടെ വിഷയത്തിൽ കേട്ടു. താജിറൻ, ഒരു റിപ്പോർട്ടിൽ കച്ചവടക്കാരനായിരുന്നു. റജുലൻ ഖനിയൻ, വളരെ സമ്പന്നനായൊരു മനുഷ്യൻ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിനെ കുറിച്ച് പറയാണ്. അയാളെന്താണ്, അയാൾ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊള്ളുന്ന വിഷയത്തിൽ ഇദാ റഅയ്തും മുഅ്സിറൻ, അല്ലെങ്കിൽ ഇദാ റഅയ്തുമൂഹു മുഅ്സിറൻ, ഞാൻ കടം കൊടുത്ത വ്യക്തി ഒരു ഞെരുക്കം അനുഭവിക്കുന്നവനായിട്ട് നിങ്ങൾ കാണുകയാണ് എങ്കിൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തൻ്റെ ഗുലാമിനെ വിടുന്നതാണ് കടം വാങ്ങാൻ വേണ്ടിയിട്ട്. ആളുകൾ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് കടം തിരിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് അയാളുടെ ജോലിക്കാരെ വിടുന്നതാണ്, ഗുലാമിനെ. അപ്പോൾ ഈ ജോലിക്കാരനോട് ഈ കടം കൊടുത്ത മുതലാളിയുടെ നിർദ്ദേശമാണ്, ഞെരുക്കം അനുഭവിക്കുന്ന അവസ്ഥയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ തജാവസ് അൻഹു, അയാൾക്ക് വിട്ടുവീഴ്ച ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു അയാൾ അയക്കുക എന്നുള്ളത്. ലഅല്ലല്ലാഹ യതജാവസു അന്ന, നമ്മൾ അയാൾക്കൊരു വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് വിട്ടുവീഴ്ച തന്നേക്കാം എന്ന് പറഞ്ഞിട്ടായിരുന്നു വിടുക എന്നുള്ളതാണ്. ആ വ്യക്തി മരണപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല തജാവസ അൻഹു എന്നാണ്. അയാളുടെ ആ സ്വഭാവം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് പ്രതിഫലമായി കഴിഞ്ഞു. അള്ളാഹു അയാൾക്കുള്ള തെറ്റുകുറ്റങ്ങളെ വിട്ടുകൊടുത്തു, മാപ്പാക്കി കൊടുത്തു എന്നുള്ളതാണ് ചരിത്രം. അതിൻ്റെ വിഷയത്തിൽ പല സംഭവങ്ങളും വായിക്കും. ഈ അൽ വലീദ് ബിനു ഉബാദ താബഈങ്ങളിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ വലിയ ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒക്കെ ബന്ധപ്പെട്ട ചരിത്രം പറയുന്നുണ്ട്. ഏതായാലും അതിൽ അബുൽ യസർ
ഖാബ് റളിയല്ലാഹു തആലാൻ്റെ വീട്ടിലേക്ക് അവർ ദീനീ വിജ്ഞാനം തേടാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഈ അബുൽ യസറിൻ്റെ മുഖം മ്ലാനമായിട്ടുണ്ട്, പ്രയാസപ്പെട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ വിഷയം ചോദ്യം ചെയ്യുമ്പോൾ ഒരു പ്രശ്നം, എന്താണ് പ്രയാസം മുഖത്ത് എന്ന് ചോദിച്ചപ്പോൾ ഇവർ വിജ്ഞാനം തേടി പോയവർ ചോദിച്ചപ്പോൾ പറയാണ്, അദ്ദേഹം ഒരു കടം കൊടുത്തിരുന്നു. ആ കടം കൊടുത്ത വ്യക്തിയോട് കടം തിരിച്ചു ചോദിക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ അയാൾ പെരയിൽ ഒളിച്ചെന്ന് ഇദ്ദേഹം വിളിച്ചിട്ട് എങ്ങനെയായിട്ട് ഇറങ്ങി വരുന്നില്ല. അവസാനം ഇവർക്കറിയാൻ പെരൻ്റെ ഉള്ളിലുണ്ടെന്ന് നിർബന്ധിച്ച് വിളിച്ചിറക്കി. എന്നിട്ട് ചോദിച്ചെന്താണ്, എന്തിനാണ് വിളിച്ചിരുന്നത്, നേരെ ചൊവ്വേ പറ്റൂല്ലേ, എന്തിനാണ് വിളിച്ചത്? അപ്പോൾ പറഞ്ഞ് പിന്നെ നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കളവ് പറയേണ്ടി വരും, അത് കാരണത്താൽ ഞാൻ മറിഞ്ഞിരുന്നാന്ന് പറയണം. എന്തിനാ കളവ് പറയണ കടം വീട്ടാനുള്ള കാശില്ല, അപ്പോൾ പിന്നെ നാളെ തരാം അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഒരു കളവ് വന്നു പോകും, അതുകൊണ്ട് ഞാൻ അത് പേടിച്ചിട്ട് വിളിച്ചിരുന്നാണെന്ന് പറയണം. അപ്പോൾ അങ്ങനെയാണോ കാര്യം എന്ന് വെച്ചിട്ട് അബുൽ യസർ എന്ത് ചെയ്തു, ആ കടം എഴുതിയ പേപ്പർ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം തൻ്റെ കൈ കൊണ്ട് അത് മായിച്ച് എന്നിട്ട് അയാൾക്ക് വിട്ടുവീഴ്ച കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇൻ റഅയ്ത ഖദാഅൻ ഫഖ്ദി, ഇനി എഴുതിയേക്കണ്ട, എനിക്ക് തരാൻ വകുപ്പ് കാണുകയാണെങ്കിൽ വീട്ടിക്കോ, ഇല്ലെങ്കിൽ ഞാനത് വിട്ടുവീഴ്ച ചെയ്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസ് അബുൽ യസർ ഖാബ് റളിയല്ലാഹു തആല എന്നോട് ഉദ്ധരിച്ച ഒരു സംഭവം ഞാൻ ചരിത്രത്തിൽ വായിച്ചത്. ഇവിടെ ഖതീബ് അത് ഉണർത്തിയില്ല, പക്ഷേ ഖതീബ് ഉണർത്തിയ വിഷയം എന്താണ്, ഈ കടം വാങ്ങിയ വ്യക്തി, കടം കൊണ്ട വ്യക്തി ഞെരുക്കക്കാരനാണെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന വിഷയം, അത് അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അത് അരുളുന്ന മുജിബാത്തുർ റഹ്മയിൽപ്പെട്ടതാണ് എന്നത് അർത്ഥത്തിലാണ് അദ്ദേഹം അത് ഉദ്ധരിച്ചത്. ഏതായാലും നമ്മളുടെ വിഷയം മുജിബാത്തുർ റഹ്മ, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ അനിവാര്യമാക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്, കരുണ നിറഞ്ഞവനും കരുണ കനിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഒപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒക്കെ കരുണ കാണിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹ്ക്ക് വഴിപ്പെടുന്നവർക്ക് പ്രത്യേകം കരുണ കാണിക്കുന്നവനാണ്. ആ കാരുണ്യം ഇവിടെ ഭവിക്കുവാൻ, നമ്മളിൽ അവതരിപ്പിക്കുവാൻ ചില പ്രത്യേക കർമ്മങ്ങൾ അതുണ്ട്. അതെവിടെ, ഏത് തിട്ടമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ വ്യംഗ്യമാക്കി നമ്മൾ ആത്മാർത്ഥതയുള്ളവരായിട്ട് അത്തരം കർമ്മങ്ങളിൽ സജീവമാകുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത് മാനമിറങ്ങി നമ്മളെ കടാക്ഷിക്കും, അനുഗ്രഹിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും എല്ലാ നന്മകളിലേക്കും തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സിനെ ഉപരിലോകത്തൊരു പുണ്യമായി കബൂലാക്കുമാറാവട്ടെ. ഒരു ഭാഗ്യദോഷിയെയും അള്ളാഹു ഇവിടെ ശേഷിപ്പിക്കാതെ എല്ലാവരിലും അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തും അള്ളാഹുവിൽ നിന്നുള്ള ഫദ്ലും അള്ളാഹു അവതരിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിൻ്റെ നല്ല മുറാദുകൾ നമുക്ക് നേടിത്തരുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ ദൂരീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിലും മക്കളിലും ഇരുലോകത്തും നമുക്ക് അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ഈ ദുനിയാവിൽ മാതാപിതാക്കളും മക്കളുമായി കണ്ണി ചേർത്തതുപോലെ സ്വർഗ്ഗത്തിലും അവരോടൊത്ത് കണ്ണി ചേരാൻ അള്ളാഹു അവരെയും നമ്മളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. മരണപ്പെട്ട് മൺമറഞ്ഞവരോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم احفظ لي هذه البلاد بلاد الحرمين الشريفين أمنها واستقرارها. اللهم احفظ لها ثغور حدودها. اللهم احفظ لها قيادتها وعقيدتها إنك ولي ذلك والقادر عليه. يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.